മാടമ്പള്ളിയിലെ കാരണവർ ഇന്നുമുണ്ട് ആലുമൂട്ടിൽ കൊട്ടാരത്തിൽ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന സൈക്കോ ത്രില്ലർ സിനിമയാണ് മണിച്ചിത്രത്താഴ്. 1993 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഓരോ പ്രേക്ഷക മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും. മധുമുട്ടമാണ് ചിത്രത്തിന്റെ കഥ എഴുതിയത്. മാടമ്പള്ളിയിലെ പ്രതാപശാലിയായ ശങ്കരൻ തമ്പിയുടെയും അദ്ദേഹം തെക്കിനിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച തമിഴ് നർത്തകിയായ നാഗവലിയുടെയും കൊലപാതകത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിലെ ഓരോ സന്ദർഭങ്ങളും ഇന്നും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല. ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന സ്ഥലത്തെ പ്രശസ്തമായ ആലുമൂട്ടിൽ കൊട്ടാരമാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിലെത്തിയ മാടമ്പള്ളി തറവാട്. ശങ്കരൻ തമ്പിയായി നമുക്ക് മുന്നിലെത്തിയത് ആലുമൂട്ടിൽ കാരണവരായ കൊച്ചു കുഞ്ഞു ചാന്നാറും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു കൊലപാതക കഥയാണ് ഈ സിനിമയ്ക്ക് കഥ എഴുതാൻ മധുമുട്ടത്തിന് പ്രചോദനമായത്. ചാന്നാർ തറവാട്ടിലെ 11ാമത്തെ കാരണവരായിരുന്നു കൊച്ചു കുഞ്ഞു ചാന്നാർ. അദ്ദേഹമാണ് ആലുമൂട്ടിൽ മന പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മരുമക്കത്തായം നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ കൊച്ചു കുഞ്ഞു ചാന്നാർ മരുമക്കത്തായത്തിൽ നിന്നും മക്കത്തായത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ഇതോടെ തറവാട്ടിലെ സ്വത്തുക്കൾ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ തറവാട്ടിലെ മരുമക്കൾ അമ്മാവനായ കൊച്ചു കുഞ്ഞു ചാന്നാറെ വെട്ടിനുറുക്കി എന്നാണ് കഥയിൽ പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ആത്മഹത്യയോ കൊലപാതകമോ ഇവിടെ നടന്നിട്ടില്ല. സിനിമയിൽ ശോഭന ചെയ്ത ഗംഗ എന്ന കഥാപാത്രം ജനിച്ചു വളർന്ന ഏരൂർ എന്ന ഗ്രാമവും മുട്ടത്തിനടുത്താണ്. മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി, നെടുമുടി വേണു, ഇന്നസെന്റ്, വിനയപ്രസാദ് തുടങ്ങി ഒരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. മലയാളികൾ നെഞ്ചിലേറ്റിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിന്റെ യഥാർത്ഥ കഥ മധുമുട്ടത്തിന്റെ തന്നെയാണ്. ഹരിപ്പാട് മുട്ടത്ത് വീടിന്റെ സമീപത്തായി പേര് കേട്ടൊരു ഈഴവ തറവാടുണ്ട്, ആലുമൂട്ടിൽ തറവാട്. തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഈ തറവാട് ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രശസ്തമാണ്. പത്രാധിപരും സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമസഭാ സാമാജികനുമായ AP ഉദയഭാനു ഉൾപ്പെടെ പല പ്രമുഖർക്കും ജന്മം നൽകിയ തറവാടാണിത്. രാജവാഴ്ചക്കാലത്ത് ഒരു അരുംകൊല അവിടെ നടക്കുകയുണ്ടായി. മരുമക്കത്തായത്തിന്റെ കാലത്ത് മേടയിലെ കാരണവരായ ആലുമൂട്ടിൽ ചാനാർ മരുമക്കൾക്ക് കിട്ടേണ്ടത് മക്കൾക്ക് വീതിച്ചു കൊടുത്തു എന്ന വാർത്ത പരന്നു. ആ മരുമക്കൾ ആൾക്കാരെയും കൂട്ടി ആജാനുബാഹുവായ ചാന്നാരെ വെട്ടി മുറുക്കി. പ്രമാദമായ ആ കൊലക്കേസിലെ പ്രതികളെയെല്ലാം പിന്നീട് പിടിക്കപ്പെട്ടു. പ്രതികളുടെ കൂട്ടത്തിൽ ചാന്നാരുടെ അനന്തരം ഉണ്ടായിരുന്നു. AP ശ്രീധരൻ എന്ന യുവാവ് ഉണ്ടായാണ് അദ്ദേഹത്തിന്റെ പേര്. കൊല്ലപ്പെട്ട ചാന്നാർ തിരുവിതാംകൂർ പ്രജാസഭയിലെ അംഗമൊക്കെയായിരുന്നു. വിചാരണ വേളയിൽ താൻ ഒറ്റയ്ക്കാണ് കൊലപാതകം നിർവഹിച്ചതെന്ന് ശ്രീധരൻ പ്രഖ്യാപിച്ചു. പിന്നീട് ചെറുപുഞ്ചിരിയോടുകൂടി തൂക്കുകയർ ഏറ്റുവാങ്ങിയെന്നുമാണ് ചരിത്രം. അക്കാലത്തെ ചെറുപ്പക്കാരുടെ എല്ലാം മനസ്സിൽ ധീരനായി ശ്രീധരൻ മാറി. കൊലപാതകത്തിന് ശേഷം ആലുമൂട്ടിൽ തറവാട് ക്ഷയിക്കുകയും ക്രമേണ ഭയപ്പെടുത്തുന്ന ഒരു പ്രേതഭവനം പോലെയായി മാറുകയും ചെയ്തു. ആലുമൂട്ടിൽ തറവാടിലെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച കഥകളും തറവാടിന്റെ സവിശേഷമായ അന്തരീക്ഷവും ഉണർത്തിവിട്ട സങ്കല്പങ്ങൾ തിരക്കഥാകൃത്ത് മധുമുട്ടത്തിന്റെ മനസ്സിൽ പലതരത്തിലുള്ള കഥകളുടെ അലയൊലികൾ ഉയർത്തിയിരുന്നു. മണിച്ചിത്രത്താഴ് ഒരിക്കലും ആലുമൂട്ടിൽ തറവാടിലെ കാരണവരുടെയും അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന്റെയും കഥയല്ല. എന്നിരുന്നാലും ആലുമൂട്ടിൽ തറവാടിന്റെ അന്തരീക്ഷം തിരക്കഥയെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നാണ് തിരക്കഥാകൃത്ത് മധുമുട്ടവും സമ്മതിക്കുന്നത്.